നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ കൊടുമുടി കയറാൻ സാധ്യമായ ഒരു സമയമാണ്. ജീവിതത്തിലെ പലവിധ വിഷമഘട്ടങ്ങൾ ഇതൊക്കെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. ഒരു തരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഇനി ആവശ്യമില്ല. കാരണം ഇവർ ഭയപ്പെടേണ്ട കാര്യമില്ല. നേട്ടങ്ങളുടെ ഒരു പരമ്പര തന്നെ ഇവരുടെ ജീവിതത്തിൽ എത്തിച്ചേരും. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ ഉണ്ടാകാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. പലപ്പോഴും പല നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് മാറ്റങ്ങൾ തന്നെയാണ്. ചിലപ്പോൾ ഗുണമായിരിക്കും, ചിലപ്പോൾ ദോഷമായിരിക്കും. ഇന്ന് ഗുണമാണെന്ന് വിചാരിക്കുന്ന സമയത്ത് ഇനി അങ്ങോട്ട് നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന നേരത്ത് പെട്ടെന്നായിരിക്കും തകർച്ചകൾ കാണുന്നത്. ഗ്രഹങ്ങളുടെ മാറ്റവും അനുനിമിഷം മാറിക്കൊണ്ടേയിരിക്കും. ചാരവശാലുള്ള ഗ്രഹസ്ഥിതിയുടെ മാറ്റങ്ങൾ, സ്ഥിതി ഇതൊക്കെ അവരുടെ ജീവിതത്തിനെ സ്വാധീനിക്കുന്നത് പല വിധത്തിലാണ്. അവരുടെ ദശാകാലവും അപഹാരവും കൂടി ചേർത്ത് വായിക്കുന്ന പക്ഷം പൂർണ്ണ തോതിലുള്ള ഫലങ്ങൾ പുറത്തു വരാൻ സാധിക്കും. ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ അങ്ങനെ വന്നു ചേരും. സാമ്പത്തിക സ്ഥിതി മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല നല്ല വാർത്തകളും അവരുടെ ഐശ്വര്യപൂർണമായ ജീവിതത്തിനും ഇതൊക്കെ കാരണമാകും. അതുകൊണ്ടാണ് നമ്മുടെ ഓരോ സമയവും വിലപ്പെട്ടതാണ്. അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും ഈശ്വരൻ്റെ ഒരു കൈത്താങ്ങ് വഴി ഇതൊക്കെ തുറന്നു തരുന്ന സാഹചര്യങ്ങളാണ്. ഒന്നും കൊണ്ടും ഭയപ്പെടേണ്ട സാഹചര്യങ്ങളില്ല. ഇപ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങൾ കൊയ്യുന്ന കുറച്ച് നക്ഷത്രക്കാർ, ഈ നക്ഷത്രക്കാർക്ക് വരുന്ന ദിവസങ്ങളിൽ വ്യക്തമായി കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്ന ഒട്ടേറെ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. അത്തരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ, ഐശ്വര്യപൂർണമായ അവസ്ഥകൾ, സ്വന്തമായി പല നല്ല കാര്യങ്ങളും സംഭവിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം, അതിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകരം നക്ഷത്രമാണ്. മകരം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് ഇനി മുതൽ ലഭിക്കാൻ പോകുന്നത്. ഗുണങ്ങൾ ഒട്ടേറെ വന്നു ചേരുകയും അവരുടെ പ്രവർത്തന മികവ് കൊണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം. ഒട്ടേറെ ഉയർച്ചയിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ്. അവർ ഏറ്റെടുക്കുന്ന ഏതൊരു പ്രവർത്തന മേഖലയിലാണെങ്കിലും അവരുടെ പദ്ധതികൾ, അവരുടെ കർമ്മ മേഖല ഒക്കെ ശോഭിക്കുന്നൊരു സമയമാണ്. ഏതെല്ലാം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളാണെങ്കിലും ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നല്ല രീതിയിൽ പൂർത്തീകരിക്കുന്നതിനും മുന്നോട്ട് പോകുന്നതിനും സാധിക്കുന്നൊരു സമയമാണ്. സന്താനങ്ങളുടെ ഐശ്വര്യപൂർണമായ ഒരു ഉയർച്ച കാണാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും. വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ, അത് മക്കളുടെ ആണെങ്കിലും സ്വന്തമാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറി വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിനും നല്ല രീതിയിൽ ഭേദപ്പെട്ട രീതിയിൽ ഉന്നത പഠന സാഹചര്യങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഏതെല്ലാം പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരും. ഉപരിപഠന സാധ്യതകളൊക്കെ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നിലയിൽ ഉണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾ മാറുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ കടബാധ്യത, സാമ്പത്തിക ഞെരുക്കം ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് പതിയെ ആ ബാധ്യതകളൊക്കെ തീർത്ത് സാമ്പത്തിക മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരും. സമ്പാദ്യം വർദ്ധിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതുവരെ തൊഴിലിനു വേണ്ടി അലഞ്ഞ് അതിനുവേണ്ടി ശ്രമിച്ചിട്ട് നടക്കാതെ നിൽക്കുന്ന ആളുകൾക്ക് നല്ലൊരു തൊഴിൽ ലഭിക്കുന്ന ഒരു സാഹചര്യവും താൽക്കാലിക ജോലിയിൽ നിന്ന് സ്ഥിരവരുമാനമുള്ള ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സാഹചര്യങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. വ്യവഹാരങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ സാമ്പത്തിക കാര്യത്തിൽ വളരെയധികം അച്ചടക്കം പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ജീവിതത്തിൽ ഒട്ടേറെ മോശം സമയത്തിൽ നിന്ന് നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ജോലിയിൽ ഒട്ടനവധി ഉയർച്ചകൾ കാണിക്കുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ഉയർച്ചകൾ വലിയ തോതിൽ തന്നെ അനുഭവിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളും വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം പുണർദമാണ്.
പുണർദം നക്ഷത്രക്കാർക്ക് അവരുടെ ഈശ്വരീയ സ്വാധീനം നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഏതെല്ലാം ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട സാഹചര്യങ്ങളുണ്ടെങ്കിലും ആ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നു. അതോടൊപ്പം തന്നെ ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒട്ടേറെ ഉയർച്ചകളും നേട്ടങ്ങളുമൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല നല്ല കാര്യങ്ങളും, അതുപോലെ തന്നെ പണം കടം കൊടുത്ത ആളുകളാണെങ്കിൽ ആ സാമ്പത്തിക നഷ്ടം വരാതെ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന, മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകമാണ്. മകം നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണങ്ങൾ വന്നു ചേരുന്ന, മികച്ച മുന്നേറ്റങ്ങൾ, പ്രതീക്ഷകളൊക്കെ വച്ച് പുലർത്താൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ ആത്മീയമായ കാര്യത്തിൽ ഉണ്ടാകുന്ന ഉണർവ് അവരുടെ ജീവിതത്തിൽ ഒട്ടാകെ ഒരു സന്തോഷവും പ്രകാശവും ഒക്കെ പരത്തുന്ന സാഹചര്യങ്ങൾ കൊണ്ടുവരും. ഒട്ടേറെ പ്രതീക്ഷകൾ വക നൽകുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു. ഒട്ടേറെ ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും ദാമ്പത്യ സൗഖ്യം, ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ, അതോടൊപ്പം തന്നെ വിവാഹം ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അന്വേഷിക്കുന്ന ആളുകൾക്ക് അത്തരം അനുകൂലമായ ഈശ്വരീയമായ ഒരു അനുഗ്രഹം ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു സമയമാണ്. വിവാഹശേഷം ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ നന്മകൾ ഉണ്ടാകുന്നു, വിജയം ഉണ്ടാകുന്നു. ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒട്ടേറെ അവസരങ്ങൾ, ആ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്ന പൂരമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ മേന്മകൾ ഉണ്ടാകുന്ന, ഒട്ടേറെ നന്മകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന, നല്ല കാലം പിറക്കാൻ സാധിക്കുന്ന ഒരു സമയത്തിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്നു. മികച്ച മുന്നേറ്റങ്ങൾ ഇവർ കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഒട്ടേറെ നേട്ടങ്ങളിലൂടെ, ഒട്ടേറെ മാനസികമായ സന്തോഷത്തിലൂടെ കടന്നു വരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവരുടെ കഠിനാധ്വാനം, പ്രവർത്തന മികവ്, അവരുടെ ആത്മാർത്ഥത, ബുദ്ധിപൂർവമായിട്ടുള്ള ഇടപെടൽ, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ കൊണ്ടുവരും. സാമ്പത്തിക ഭദ്രത ഇവർക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ, ഉന്നതികളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന, മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നു. ഒട്ടേറെ കടമകൾ കടന്നുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന, മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് പഠന വിജയം ഉണ്ടാകുന്നു. കർമ്മരംഗത്ത് ഒട്ടേറെ സാധ്യതകൾ അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും. തൊഴിൽപരമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും ഒട്ടേറെ സാമ്പത്തിക നേട്ടങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. അവിടെ പ്രാർത്ഥനകൾക്കൊക്കെ ഫലസിദ്ധി വന്നു ചേരുന്നു. അതുപോലെ തന്നെ ക്രയവിക്രയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക, ചതി പറ്റാതെ നോക്കുക. പഠന മികവ് കൊണ്ട് അവർക്ക് വിദേശ പഠന സാഹചര്യങ്ങൾ വരെ അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്ന ഒരു സമയമാണ്. മികച്ച മുന്നേറ്റങ്ങൾ ഇവർ കാഴ്ചവെക്കാൻ സാധിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് കൃത്യമായ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നു. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ അതൊക്കെ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. സമ്പത്ത് കുതിച്ചുവരുന്നതിനും വരുമാനം വർദ്ധിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ പലവിധ നഷ്ടങ്ങൾ സഹിച്ച ആളുകൾ ഇനി ലാഭത്തിൻ്റെ കണക്കുകൾ മാത്രം അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു. നല്ലൊരു വിവാഹം ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. സന്താന ലാഭം, സന്താന യോഗം, അതോടൊപ്പം തന്നെ സന്താനങ്ങളുടെ ഉയർച്ച, ഇതൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. തൊഴിൽപരമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകൾ, സഹപ്രവർത്തകരുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അതൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന, ആത്മീയ കാര്യത്തിൽ വളരെയധികം താല്പര്യം ജനിക്കുന്ന ഒരു സമയമാണ്. പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങളും ഇവർക്ക് വന്നു ചേരുന്നു. ഭാഗ്യം കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന, ജീവിതത്തിൽ ഒട്ടേറെ കടമകൾ കടന്നുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലമാണ്. മൂലം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലവിധ സ്വപ്നങ്ങൾക്ക് അതിനുള്ള യാഥാർത്ഥ്യ ബോധത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതിനും സ്വപ്ന സാക്ഷാത്കാരം സാധിക്കുന്നതിനും ഇടവരുന്ന ഒരു സമയമാണ്. വിവാഹബന്ധം ദൃഢമാകുന്നതിനും നല്ലൊരു വിവാഹം ലഭിക്കുന്നതിനും ദാമ്പത്യ സൗഖ്യമൊക്കെ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം. പണം ഇവരുടെ കൈകളിൽ വന്നുകൊണ്ടേയിരിക്കും. നിക്ഷേപം വർദ്ധിപ്പിക്കാം. സമ്പത്ത് കുതിച്ചു വരാനുള്ള അവസരങ്ങളും നേട്ടത്തിൻ്റെ ഒരു കാലഘട്ടം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ദോഷ ദുരിതങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തിക ക്രയവിക്രയങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായ രീതിയിൽ തന്നെ വന്നു ചേരുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.